السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കാരുണ്യവാനായ പടച്ചുറപ്പ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിനം പോലും മുടങ്ങാതെ 8 മാസക്കാലമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, കരുണക്കടലായ പടച്ചുറപ്പ് മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ കണ്ടുമരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫഅതുഹു യൗമൻ മിൻ ദഹരിഹി യുസീബുഹു ഖബല ദാലിക മാ അസ്വാബഹു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവന് ഈ കലിമ എന്നെങ്കിലും ഒരു ദിവസം തീർച്ചയായും പ്രയോജനം നൽകുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ പറഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിക്ർ ഏതെങ്കിലും ഒരു ദിവസം തീർച്ചയായും അവന് പ്രയോജനം ചെയ്യും, അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ കുറച്ചു ശിക്ഷ അതിനു മുമ്പ് അനുഭവിക്കേണ്ടി വന്നാലും, എത്ര ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും എന്നെങ്കിലും ഒരു ദിവസം ഇത് പറഞ്ഞ മനുഷ്യൻ രക്ഷയുണ്ട്, അവൻ ആ ദിക്ർ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അപ്പോഴാണ് ഈ ദിക്റിന്റെ മഹത്വമാണ് പഠിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറഞ്ഞാൽ പോരാ, അതിൻ്റെ മഹത്വം കൂടെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഈ ഹദീസിൻ്റെ ഈ ഒരു ദിക്റിന്റെ മഹത്വമാണ് നാം ഈ ഹദീസിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെങ്കിലും ഒരു ദിവസം അവനെ രക്ഷപ്പെടുത്തും, അതാണ് ആ ദിക്റിന്റെ മഹത്വം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക്കും ബിവസിയ്യത്തി നൂഹ് ഇബ്നു ഖാലു ബലാ ഖാല ഔസാ നൂഹ് ഇബ്നുഹു ഫഖാല ലി ഇബ്നി യാ ബുനയ്യ ഇന്നി ഉസീക ബിഇസ്നതൈനി വഅൻഹാക അൻ ഇസ്നതൈനി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ ഉപദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ നൂഹ് നബിയുടെ ചരിത്രം നമുക്കറിയാം. 950 വർഷക്കാലം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ദഅവത്ത് നടത്തിയ ഒരു പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബിയുടെ മകൻ ജലപ്രളയത്തിൽ, തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിച്ചെത്ത ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. ആ നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആ നൂഹ് നബി തൻ്റെ പൊന്നാര മകന് കൊടുത്ത ഉപദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ആ സമയത്ത് ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് വസീയത്ത് ചെയ്തത്, അവിടെ നിന്ന് വസീയത്ത് ചെയ്തു. ഒന്നാമതായിട്ട് അവിടെ നിന്ന് വസീയത്ത് ചെയ്തു, മകനെ, ഞാൻ നിനക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ ഉപദേശിക്കുന്നു, 2 കാര്യങ്ങൾ തടയുകയും ചെയ്യുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു കൊടുത്തത് 2 ഉപദേശങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, അതുപോലെ 2 കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ അതിനെ തടയുകയും ചെയ്യണമെന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തൻ്റെ മകനോട് ഉപദേശിക്കുകയാണ്. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുത്ത ഉപദേശം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായിട്ട് ചൊല്ലണമെന്ന് മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നീ അധികമായിട്ട് ചെയ്യണം. കാരണം ഈ കലിമ ഒരു തട്ടിലും ആകാശഭൂമികളിലുള്ള മുഴുവനും മറ്റൊരു തട്ടിലും വെച്ചാൽ ഈ കലിമയുടെ തട്ട് താഴുന്നതാണ് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നൂഹ് നബി തൻ്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നീ അധികമായിട്ട് പറയണം. അത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ ആകാശഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും ഒരു ത്രാസിൽ വെച്ചു, മറ്റേ ത്രാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്
വെച്ച് കഴിഞ്ഞാൽ ഈ കലിമത്താണ് രക്ഷ നേരെ നിൽക്കുന്നത്, ഈ കലിമത്താണ് അവിടെ നിന്ന് ഉയർന്നു നിൽക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശഭൂമികളെല്ലാം ഒരു വളയമാക്കപ്പെട്ടാലും കലിമ അതിനെ പൊട്ടിച്ചുകൊണ്ട് അള്ളാഹുവിലെങ്കിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. എന്തെല്ലാം നമ്മൾ ചെയ്തു വെച്ചാലും, എത്ര വളയങ്ങളുടെ ഉള്ളിലാക്കി വെച്ചാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് അത് മുഴുവനും ഛേദിച്ചുകൊണ്ട്, അത് മുഴുവനും മുറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് നീ പറയുന്ന കലിമത്ത് കടന്നു ചെല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂഹ് നബി തന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുത്ത രണ്ട് ഉപദേശങ്ങളാണ്. രണ്ടാമതായിട്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് ചൊല്ലലാണ്. കാരണം ഇത് സർവ്വ സൃഷ്ടികളുടെയും ആരാധനയാണ്. ഇതിന്റെ ബറക്കത്തിനാലാണ് സൃഷ്ടികൾക്ക് ആഹാരം നൽകപ്പെടുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്നാണ് എന്ന് നീ പറയണം. കാരണം ഇത് സർവ്വ സൃഷ്ടികളുടെയും ആരാധനയാണ്. ഇതിന്റെ ബറക്കത്തിലാണ് സൃഷ്ടികൾക്ക് അല്ലാഹു ആഹാരം നൽകപ്പെടുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തുന്നു സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ബറക്കത്തിലാണ്, ഈ ദിക്റ് പറയുന്ന ബറക്കത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നത് എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തന്റെ മകനോട് പറഞ്ഞു, ഞാൻ നിന്നെ രണ്ട് കാര്യങ്ങൾ തടയുകയാണ്. അതിലെ ഒന്ന് അള്ളാഹുവിന് പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുന്നതും, രണ്ട് അഹങ്കാരവും. ഈ രണ്ട് കാര്യങ്ങളും മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നതാണ് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് നൂഹ് നബി ആദ്യം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങൾ ഒരു അടിമയെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് അവനെ അകറ്റുന്ന കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ രണ്ട് ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, ഇത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കും ഒരു അടിമയെ. അഹങ്കാരവും ശിർക്കും ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവാണ്. ഒരുപാട് സ്വലാത്തുകളും സ്വലാമുകളും പറയാൻ കഴിയും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ശഅബാൻ നമ്മൾ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് മദീനയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ആ റൗളാ ശരീഫിന്റെ അകത്ത് കിടക്കുന്ന മുത്തുനബിയുടെ മുന്നിലേക്കും മലക്കുകൾ നമ്മുടെ സ്വലാത്തും നമ്മുടെ സ്വലാമും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകളും എല്ലാം ഇന്ന് അവിടെ എത്തിക്കുകയും നമ്മുടെ കുടുംബ പേരുകൾ പോലും, നമ്മുടെ മാതാപിതാക്കളുടെ പേരുകൾ പോലും ആ റൗളയുടെ ചാരത്ത് ചെന്ന് മലക്കുകൾ പറയുന്ന ഒരു ദിവസമാക്കി എടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയാണ്. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം. നേരത്തെ കാലത്തെ കുളിച്ച് സൂറത്തുൽ കഹ്ഫ് ഓതി നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധങ്ങൾ തേച്ച് അള്ളാഹുവിന്റെ പള്ളിയിൽ നേരത്തെ പോയി ജുമയുടെ പരിപൂർണ്ണ പ്രതിഫലം നേടിയെടുക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു രോഗികൾക്ക് പരിപൂർണ്ണമായി ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായി അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കത്തർഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തി ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.